ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ അതുല്യൊരു കല്യാണത്തിന് പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സെറ്റായിട്ട് വന്നിരിക്കുന്നുണ്ട്. എവിടെ ഉമ്മ? ഉമ്മ എവിടെ ഉണ്ട് ഗായ്സ്. ഇതായിരുന്നു ഗായ്സ് ഉമ്മ കുറച്ച് ശൈലിയാണ് ക്യാമറയുടെ മുമ്പിൽ വരാൻ. എനിക്ക് പിന്നെ നാണമാനൊന്നുമില്ല. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ബസ്സിലല്ല, ആട്ടോയിലാണ്. ബസ് നമ്മളെ ചതിച്ചു. ഞായറാഴ്ച ആയിട്ട് ആ പട്ടിക്കാട്ടിലോട്ട് ബസ്സില്ല ഗായ്സ്. നമ്മൾ ആട്ടോ വിളിച്ച് പോകണം. ഇന്ന് കുത്തുന്ന എനിക്ക് മടിയിലൊക്കെ ഇരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും. അതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷം. ബാക്കി നമുക്ക് വഴിയെ കാണാം. പിന്നെ ഗായ്സ്, നമ്മുടെ ലച്ചു സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗായ്സ്? ചെറിയ ജിമ്മിക്കാണ് ഗായ്സ്. അതെ, വളരെ ചെറിയ കുണ്ടലമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഗായ്സ്, നമ്മളെല്ലാവരും ഓട്ടോയിൽ പോവുകയാണ്. നമ്മൾ 9 പേരുണ്ട് ഓട്ടോയിൽ. നമ്മുടെ ലച്ചു മോൻ ഫ്രണ്ടിൽ മാമൻ്റെ അടുത്തിരിക്കുകയാണ്. പിന്നെ എല്ലാവരും പിറകിലൊക്കെ മനുഷ്യരുണ്ട്. നമ്മളതിൻ്റെ പിറത്താണ് ഇരിക്കണം. എന്നാലും നമ്മുടെ സ്നേഹനിധിയായ മാമൻ നമ്മളെല്ലാവരെയും ഒരു ഓട്ടോയിൽ കയറ്റിയിട്ടുണ്ട്. ആ മാമയെ നമ്മളെപ്പോഴും ഓർക്കണം. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളടുത്ത്. ഗായ്സ്, നമ്മൾ അതുല്യനെ കാണാൻ പോവുകയാണ്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഗായ്സ്, നമ്മളെ ക്യാമറാമാൻ ചേട്ടൻ ഇന്നലെ നമ്മൾ കണ്ടതാണ്. സെറ്റ്. ഗായ്സ്, ഉമ്മ ഭയങ്കര ഷൈ ആയിട്ട് കാറിൻ്റെ പുറകെ കയറി ഒളിച്ച് നിൽക്കുകയാണ്. ആമിയുടെ ഉമ്മ വരുമെന്ന് പറഞ്ഞിട്ട് ആമിയുടെ ഉമ്മ ചതിച്ച് അതിൻ്റെ വിഷമത്തിലാണ് ഗായ്സ് ഉമ്മ. ഗായ്സ്, ഇവൾക്ക് എൻ്റെ ബ്ലോഗ് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ഇവളെയും കൂടെ ഉൾപ്പെടുത്തുകയാണ്. ഇതെൻ്റെ ആർദ്ര. ഞാൻ ഇന്നാണ് അറിഞ്ഞത് യൂട്യൂബിൽ ഇതുണ്ടത് ചാനൽ. അതെ, എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മുടി കണ്ടോ ഗായ്സ്? പയ്യെന്നില്ല ഗായ്സ്, ഇവിടെ വെച്ചാണ് കല്യാണം. ചേട്ടാ, ഗായ്സ്, നമ്മൾ അതിൻ്റെ കല്യാണത്തിൽ സദ്യ തിന്നാൻ എത്തിയിരിക്കുന്നു. ഇപ്പം അച്ചാറും ഇഞ്ചിയും വേറെന്തോ ഒരു സാധനവും വെച്ചിട്ടുണ്ട്. എനിക്ക് പേരൊന്നും ഓർമ്മ. എനിക്ക് ബിരിയാണി വെച്ചാണ് ഓമാ ശീലം. ചേട്ടൻ പഴം കൊടുക്കുകയാണ് ഗായ്സ്. പിന്നെ എവിടെ ചെന്നാലും ഫുഡാണല്ലോ മെയിൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് താഴെ എത്തിയപ്പോഴത്തേക്ക് കല്യാണം കഴിയാറായി. പിന്നെ 3 കറക്കവും 4 കറക്കമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അമ്പലത്തിൽ നിന്ന് കയറി വന്നപ്പോൾ പിന്നെ നമ്മൾ കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് എന്ന് പറയുമ്പം അച്ഛൻ കുഞ്ഞിലേ മരിച്ചതാണ്. അപ്പം അവളും അച്ഛനും ചേട്ടനും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. പാവം ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. നമുക്കും ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വന്നൊരു നിമിഷമായിരുന്നു. അവൾക്ക് അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ അവളെ അച്ചാച്ചനാണ് അവളെ വളർത്തിയത്. അപ്പം അവൾക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള 12 പേരിൽ ഒരാളായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും അതിൻ്റേതായ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവളും എല്ലാവരോടും യാത്രയ്ക്ക് ചോദിച്ച് മടങ്ങി. ഞങ്ങളും മടങ്ങുകയാണ്. ടാറ്റാ.